അമ്പലക്കൊള്ളയുടെ ശാപത്തിന് പുറമെ ബ്രഹ്മഹത്യാ ശാപവും കൂടെ കടകംപള്ളിയുടെ ദേഹത്തുണ്ട്. അതായത് ഒരു പൂജാരിയെ അപമാനിച്ച് അയാളെ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളിൽ നിന്നെല്ലാം ഒഴിവാക്കിച്ച് അവസാനം ആ പൂജാരി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിൽ വലിയ പങ്കുണ്ട് പിന്നെ കടകംപള്ളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപം വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഇത് വന്നിട്ടുമുണ്ട്. തിരുവനന്തപുരത്താണ് സംഭവം. ഈ പറയുന്ന ശാപമൊക്കെ ഇയാൾ എവിടെ കൊണ്ട് തീർക്കും? ശാപം തീർക്കാനായിട്ട് എളുപ്പമല്ല കടകംപള്ളി. കാരണം ശാപത്തിൻ്റെ വോളിയം കൂടുതലാണ്. ഒരു ശാപം ചെറുത് ഒന്ന് രണ്ട് ശാപങ്ങളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീർക്കാം. അങ്ങനെ പറയാറില്ലേ, പശുവിനെ ദാനം ചെയ്തു. ഇതങ്ങനെയല്ല, വോളിയം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തീർക്കാൻ എളുപ്പമല്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ, പാവം മനുഷ്യൻ, അദ്ദേഹം ഇപ്പോൾ നേരത്തെ പ്രിയൻ സൂചിപ്പിച്ച പോലെ വ്യക്തിപരമായ റീസൺ അദ്ദേഹത്തിനില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ കത്തുകൾ കാണിച്ചുകൊണ്ട് ഇന്നലെ ചില മലയാളം ചാനൽസ് അത് കാണിച്ചിരുന്നു. അത് ഇങ്ങനെ വേഗത്തിൽ നീങ്ങി പോകുന്നതുകൊണ്ട് വായിക്കാൻ സാധിച്ചില്ല അത്. പക്ഷെ അവരതിൽ കമൻറ്ററി ആയിട്ട് പറയുന്നത് ഈ കാര്യം തന്നെയാണ്, അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം അവിടെ ഒരു സംഭരത്തിൽ വരുന്നു, ഉത്സവത്തിനോടനുബന്ധിച്ച ദിവസം, ഉത്സവമല്ല, ഇലക്ഷന് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ദിവസം ക്ഷേത്രത്തിൽ വരുന്നു എന്നാണ് പറഞ്ഞത്. ഉത്സവമായിരുന്നില്ല അത്. വന്ന സമയത്ത് അദ്ദേഹം ഈ പൂജാരി ചോദിക്കുന്നു, വിഷ്ണു എന്ന അദ്ദേഹത്തിൻ്റെ പേര് പൂജാരിയുടെ, എനിക്ക് പ്രസാദം വേണമെന്ന് പറയുന്നു. ഇദ്ദേഹം തീർത്ഥം സാധാരണ പോലെ ആ ചെറിയ ഓടിൻ്റെ ഇതിലുണ്ട്, അതിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹം കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അത് താഴോട്ട് കളയുന്ന പരിപാടി ചെയ്തത്, പണ്ട് കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ ചെയ്ത പോലെ. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിന് വിഷമമുണ്ടായി വിഷ്ണു ചോദിച്ചു, ഇതെന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പോൾ എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ ഇയാൾ കുറച്ച് ആത്മാർത്ഥ കൂടിയ ആളാ, അല്ലെങ്കിൽ ഭക്തി കൂടിയുള്ള ആളായിരിക്കാം. ഉടായിപ്പ് പൂജാരി ആവില്ല, അല്ലെങ്കിൽ മിണ്ടാതെ നിന്നാൽ മതി. അപ്പം അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഇത് വിശ്വാസം ഇല്ലെങ്കിൽ എന്തിനാ അത് മേടിച്ചതെന്ന് ചോദിച്ചു. അത് അയാൾക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അമ്പല കമ്മിറ്റിയിൽ തന്നെയുള്ള CPM-കാർ അന്ന് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു, പരസ്യമായിട്ട് മാപ്പ് പറയിപ്പിച്ചു എന്നാണ് പറഞ്ഞത്, ഭീഷണിപ്പെടുത്തിയിട്ട്. ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ MLA-യോട് പെരുമാറിയത് ശരിയായില്ല, ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് പറയിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അയാൾ ഇതേപോലുള്ള ഹരാസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അതിൻ്റെ പാരമ്യത്തിലെത്തിയത് ഉത്സവം വന്നപ്പോഴാണ്. ഉത്സവം വന്നപ്പോൾ തിടമ്പ് എഴുന്നള്ളിക്കാനായിട്ട് ഇദ്ദേഹത്തിനോട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 15 വർഷമായിട്ട് ഭഗവതിയുടെ തിടമ്പെടുത്തിരുന്ന ആളാണ്. 15 വർഷമായിട്ട്. പിന്നെ തിടമ്പ് ഏറ്റി ആനപ്പുറത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തനായ ഒരു പൂജാരിയെ സംബന്ധിച്ച് അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഭിലാഷമാണത്. ഈ ശക്തി ആവാഹിച്ചെടുത്ത ആ തിടമ്പിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ച്. അല്ലാത്തവർക്ക് എന്തോ സാധനം പിടിച്ചുകൊണ്ട് ആനപ്പുറത്തിരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നാം, നിരീശ്വരവാദിക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവർക്കും. പക്ഷേ ചെയ്യുന്ന ആൾക്ക് അങ്ങനെയല്ല, അയാളുടെ ജീവിതത്തിൻ്റെ ഒരു അഭിലാഷമാണത്. അത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിനെ മാനസികമായിട്ട് വളരെ വിഷമിപ്പിച്ചു. അതായത് ഒരു പിതാവിൻ്റെ നിർവൃതിയാണ്, ഞാൻ കേട്ടിട്ടുള്ളതാണ്. സുഹൃത്തുക്കളുണ്ട് പൂജാരിമാരായിട്ടുള്ള, അവർ പറഞ്ഞിട്ടുണ്ട് പിതാവിനുണ്ടാകുന്ന നിർവൃതിയാണ് മൂർത്തിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആനപ്പുറത്തിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ നാട് കാണിക്കാൻ കൊണ്ടുപോകുന്നത് പോലെ അത്രയേറെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന ഒരു നിർവൃതി അനുഭവിച്ചുകൊണ്ടാണ് ആനപ്പുറത്തിരിക്കുക എന്ന് പറഞ്ഞു കേട്ടത്. അതാണ് വലിയ അഭിലാഷമാണത് അവരുടെ. ഈവൻ അതിൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട് വെഞ്ചാമരം വീശുക, അല്ലെങ്കിൽ അതുപോലും സ്വല്പം പ്രസ്റ്റീജിയസ് ആണ്. അതെ, ഭയങ്കര അഭിമാനം, സന്തോഷം. ആനപ്പുറത്ത് അതിൽ കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ തിടമ്പേൽക്കുന്ന തിടമ്പിനെ ഒപ്പിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ. പിന്നെ തിടമ്പിൻ്റെ കാര്യം പറയണ്ട എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിനെ ഇത് കയറ്റില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിനെ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നാണ് ആരോപണമുണ്ട്. അപ്പോൾ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം പോലും തെറ്റാം. ഒരു മനുഷ്യനെ മാനസികമായിട്ട് അപമാനിക്കുക എന്നുള്ള വലിയൊരു കാര്യം. അപ്പോൾ ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിക്കാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം നോൺ ബ്രാഹ്മിൻ പൂജാരിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി നോൺ ബ്രാഹ്മിനിൽ തന്നെ ഓക്കെ, നമ്മുടെ സാമൂഹ്യ അവസ്ഥ അനുസരിച്ച് നമ്മൾ രണ്ടുപേരും അതിൽ വിശ്വസിക്കുന്നില്ലായിരിക്കാം, പക്ഷേ സാമൂഹ്യ അവസ്ഥ അനുസരിച്ച് അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ടല്ലോ. ഈ നോൺ ബ്രാഹ്മിനിൽ തന്നെ വലുത് ചെറുത് ഉണ്ട്. അപ്പം അതിൽ തന്നെ എന്തെങ്കിലും ചെറുതായിരിക്കണം, സോ കോൾഡ് ചെറുത്. അതല്ലെങ്കിൽ അതൊരു ഭാഷയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ
ഒരു നമ്പൂതിരിയാളെ ബ്രാഹ്മണ ജാതി പേര് ആക്ഷേപിച്ചു പറഞ്ഞാൽ അതൊരു ആക്ഷേപമല്ല. ആക്ഷേപമല്ല. നമ്പൂതിരി എന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിന് ആക്ഷേപമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഭാഷയുടെ സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലീസ് മർദ്ദനം എന്ന് പറഞ്ഞാൽ എന്താ? പോലീസ് പോലീസ് നമ്മളെ അതെ മർദ്ദിച്ചാണ്. ഹരിജൻ മർദ്ദനം എന്ന് പറഞ്ഞാൽ എന്താ? ഹരിജനത്തെ മർദ്ദിച്ചു എന്നാണ്. അപ്പോൾ വാക്ക് ഗ്രാമർ പ്രകാരം ഒന്ന് തന്നെയല്ലേ? പ്രയോഗം ഒരുപോലെയാണെങ്കിൽ അർത്ഥം മാറി. അർത്ഥം മാറി. കാരണം ഒരു ഹരിജൻ വന്നിട്ട് പോലീസിനെ തല്ലുമെന്ന് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ ഇല്ല. ഇല്ല. അതെ. അദ്ദേഹം തല്ലുകൊള്ളുന്ന ആളാണ്. അതാണ് അതിൻ്റെ സംഗതി. അതിൽ നിന്നാണ് ഈ ഭാഷയുടെ വ്യതിയാനങ്ങൾ വരുന്നത്. അതായത് പണ്ടത്തെ കാലത്തെ അവസ്ഥ വെച്ചത്, ഇപ്പം അങ്ങനെയാണെന്നല്ല, പണ്ടത്തെ കാലത്തെ അവസ്ഥ വെച്ചത്. അപ്പോൾ അതുപോലെ ജാതിപ്പേര് പറഞ്ഞൊരു ആക്ഷേപിക്കുക പറഞ്ഞ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രയോഗം അവിടെ നടന്നിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുൻമന്ത്രിയായിരുന്ന ഒരാൾ, MLA ആയ ഒരാൾ ഇപ്പോഴും മത്സരിക്കുന്നു, വീണ്ടും അതെ. MLA ആവാൻ പോകുന്ന ആൾ, ഇനി വീണ്ടും മന്ത്രിസഭ വരികയാണെങ്കിൽ മന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ, അങ്ങനത്തെ ഒരാൾ ഇതേപോലത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ മര്യാദ ഇല്ലാത്ത പെരുമാറ്റം ഒരു ക്ഷേത്രത്തിലുണ്ടായി എന്നുള്ള റിപ്പോർട്ട് അത് ശരിയാണെങ്കിൽ അങ്ങനത്തെ അപലപനീയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. വിശ്വാസമില്ലാത്ത ആൾ അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. അതെ. പക്ഷെ അതിപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അങ്ങനെയല്ല. അവർക്ക് ഇതെല്ലാം ഷോവാണ്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിൽ 2 മന്ത്രിമാർ തോളത്തും കൈവച്ചുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞു വെക്കുന്നു. ഇവിടെ മുഖ്യ പൂജാരി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ വർഷം മിണ്ടാതെ നിൽക്കാമല്ലോ. അതെ. അതെ. ഈ തോളത്തും കൈവച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ കൊച്ചു പിള്ളേർ ചെയ്യുന്ന പരിപാടിയല്ലേ, ടീനേജേഴ്സൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഈ മന്ത്രിമാരായിട്ട് മെച്ചൂർഡായ ആൾക്കാർ തോളത്തും കൈയിട്ടുകൊണ്ട് തമാശം പറഞ്ഞ് നിൽക്കാൻ. അപ്പോൾ ആ നിലയ്ക്ക് ഇവരെല്ലാത്തിനെയും കാണുന്നു. ഇവർക്ക് ഇതെല്ലാം ഒരു തമാശയാണ്. വിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല, വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിൽ അവർ ഒരു എന്തെന്നാ പറയുക, ഒരു സാഡിസ്റ്റ് മനോഭാവം വെച്ച് പുലർത്തുന്നു. സാഡിസ്റ്റ് മനോഭാവം കടകംപള്ളിയിലൊക്കെ വ്യക്തമായിട്ട് ആ നീചത്വം ഉണ്ട്. ആ നീചത്വം ഉള്ളത് കൊണ്ടാണ് കടകംപള്ളി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പൂജാരിയായ ഒരു സാധു മനുഷ്യനെ ഭീഷണിപ്പെടുത്തി വിരട്ടി അത് അവിടെ വിട്ടുപോയതിന് ശേഷം പകയൊന്ന് ആലോചിച്ച് നോക്കണം. ആ സംഭവം അവിടെ കഴിഞ്ഞു. ആ ക്ഷേത്രത്തിൽ ആ സംഭവം കഴിഞ്ഞിട്ടും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷവും കടകംപള്ളിയുടെ പകയുള്ളത് കൊണ്ടാണ് അവിടെ ഉത്സവം ആകുന്നത് വരെ കാത്തിരുന്ന് ആ തിടമ്പെടുക്കാൻ വ്രതം നോറ്റ് വന്ന മനുഷ്യനെ കൊണ്ട് അത് ചെയ്യിക്കാതിരുന്നതും അവസാനം ആ കമ്മിറ്റി ഓഫീസിൽ ആ പൂജാരി മനുഷ്യൻ തൂങ്ങി മരിക്കുകയും ചെയ്യും. തിടപ്പള്ളിയുടെ ചേർന്ന റൂമിലാണ്. അത് ഈ പറയുന്ന അയാളുടെ വ്യക്തിപരമായ പ്രശ്നമാണെങ്കിൽ അയാൾക്ക് വേറെ എവിടെയെങ്കിലും മരിച്ചാൽ മതി. ആ വ്യക്തിപരമായ പ്രശ്നമല്ല, കുടുംബ പ്രശ്നമല്ല, അയാളുടെ ജീവിതത്തെ, ജീവനെ, തൻ്റെ ജീവൻ ആവാഹിച്ചെടുത്ത ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ മുമ്പിൽ തന്നെ മരിക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ ജീവൻ വെടിയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കൊലപാതകമാണിത്. ഇത് കൊലപാതകമായിട്ടേ കാണാൻ കഴിയുള്ളൂ. കടകംപള്ളി ചെയ്തിരിക്കുന്ന അതിനീചമായിട്ടുള്ള പ്രവൃത്തിയാണിത്. അപ്പൊ ആ പകയോടുകൂടി എന്നിട്ട് പിന്നെ തിടമ്പെടുക്കാൻ സമ്മതിക്കുന്നില്ല. ക്ഷേത്ര ഉത്സവത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണ്, അപമാനിക്കലാണത്. ഒരാളെ എത്രത്തോളം ഒരു പൂജാരിയായിട്ട് ആൾക്കെതിരെ ചെയ്യാവുന്ന മാക്സിമം ഇൻസൾട്ടാണത്. തിടമ്പ് എടുക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിങ്ങനെയുള്ളൊരു മനുഷ്യൻ 15 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും നീചമായിട്ടുള്ളൊരു കാര്യം. അതിലിപ്പോൾ CPM-കാരായതുകൊണ്ട് എനിക്കില്ല അത്ഭുതമൊന്നുമില്ല. കാരണം പക ആനപ്പക പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുള്ള പാർട്ടിയാണ്. അവരുടെ ക്യാരക്ടർ അതുപോലെയാണ്. ഇപ്പോൾ നമ്മൾ ഈ പാർട്ടി വിട്ടു പോകുന്നവരെ വധിക്കുന്ന സമ്പ്രദായം തന്നെ എന്താ, അത് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ട് അത് ട്രഡീഷണലായിട്ട് കമ്മ്യൂണിസ്റ്റ്. ഇപ്പോൾ ട്രോട്സ്കിയ, സ്റ്റാലിൻ അവിടെ വെച്ചിട്ട് കൊല്ലാൻ പറ്റാത്ത എന്താ ചെയ്താൽ മെക്സിക്കോയിലെ ആളെ അയച്ചിട്ട് കൊല്ലിച്ചു. മെക്സിക്കോയിൽ എത്ര ദൂരം, റഷ്യയിൽ നിന്ന് ദൂരം കിടക്കുന്നു, മെക്സിക്കോയിൽ കൊല്ലിക്കുന്നു. അത് പോളിറ്റ് ബ്യൂറോയിൽ സ്റ്റാലിനെ ഒഴിച്ചുള്ള എല്ലാവരും വധിക്കപ്പെടുന്നു. അപ്പം അത് ഈ അവരുടെ ഭാഷയിൽ അവർക്ക് കുറേ സുന്ദരമായ വാക്കുകളും കണ്ടിട്ടോ. അതിനവർ റെനഗേഡ് എന്നൊക്കെ പറയും. ഈ പാർട്ടി ലൈൻ തെറ്റിച്ച റെനഗേഡിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് പാർട്ടി പ്രവർത്തകൻ്റെ കർമ്മോ എന്തൊക്കെയാണ്. അപ്പം അത് തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അതെ, ഈ പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ പറയുന്നത് ഞാൻ നേരത്തെ സാറിൻ്റെ ചോദിച്ചത്, ഈ ശാപം എവിടെ കൊണ്ട് തീർക്കും? ഈ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരുടെയൊക്കെ അന്ത്യം അതിദാരുണമായിരിക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന ദിവസവും കരുണാകരൻ ഭഗവാനെ തൊഴാൻ പോയിട്ട് പോലും നട്ടെല്ലാം ഒടിഞ്ഞിട്ട് ഗതികെട്ടിട്ടും ഒക്കെ ആണല്ലോ അവസാനം. കിങ് മേക്കർ ആയിരുന്ന ഒരാൾ നരസിംഹറാവിനെ പ്രധാനമന്ത്രിയാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞു തന്ന കിങ് മേക്കറിന് അവസാനം ഈ മദാമ്മയുടെ അടുത്ത് പോകാനായിട്ട് ക്യൂ നിൽക്കേണ്ടി വന്നു. പോയിട്ട് കാണാൻ തണുപ്പ് കാലത്ത് ഡിസംബറിലെ ഡൽഹിയിലെ വിൻ്റർ കാലത്ത് ചെന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടില്ലേ, ഒന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞു പോയതാ. ഈ കടകംപള്ളിക്കൊന്നും ഇതൊക്കെ തന്നെ ആയിരിക്കും വിധി
വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. വലിയ ഇവർക്ക് ഇതൊക്കെ തന്നെ ദൈവം വെച്ചിട്ടുണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്നതും തന്നെ വലിയൊരു തെറ്റാണ്. അത് അതെ. പരസ്യമായിട്ടാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ 100 ഇരട്ടിയാണ്. അതെ. പ്രിയൻ എന്നെ ആരും കേൾക്കാതെ 2 ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ രണ്ടുപേരും കേട്ടുള്ളൂ. പക്ഷെ ഇവരെല്ലാവരും ഇവിടെയുള്ള എല്ലാവരും സ്റ്റുഡിയോയിൽ എല്ലാവരും വിളിച്ച് 4 ചീത്ത പറഞ്ഞതിൽ അത് അപമാനിക്കലാണ് ഒരാളുടെ അഭിമാനം. അയാൾ അഭിമാനമാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും പരാജിതനായ മനുഷ്യനാണെങ്കിൽ കൂടിയും അയാളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പരാജിതനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ തീർന്നു പോകും. അയാൾ അപ്പം തീർന്നു. ഏറ്റവും അഭിമാനിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ അതെ. ജീവിതത്തിനെ അത് അയാൾ പരാജയമാക്കി തീർക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടെത്തിക്കുമ്പോൾ ദൈവികമായ ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ആള് അതെ, വർഷങ്ങളായിട്ട്. ഏറ്റവും വിജയകരമാണ് ജീവിതത്തിലെ അതെ. ഏറ്റവും വിജയകരമായിട്ടുള്ള കാര്യം. ഏറ്റവും അതിനപ്പുറം വേറെ വലിയ ഒന്നുമില്ല അതിനൊക്കെ അതിൽ സംതൃപ്തി കിട്ടാനില്ല. കിട്ടാനില്ല. ആ അതെ. മനുഷ്യനെ വേദനിപ്പിച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് വഴിതെളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടിയ അപരാധം, പാപം, കൊടിയ മഹാപാപം. അപരാധമാണ്. തീർച്ചയായിട്ടും ദൈവശാപം കിട്ടും. അതെ, മഹാപാപമാണ്. മഹാപാപമാണ്.